മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പാക്കേജായ പുനർഗേഹം പദ്ധതിയും അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 20 കോടി രൂപ പോലും ഇതുവരെ ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടില്ല. ലൈഫ് പദ്ധതിക്ക് സമാനമായി തീരദേശ മേഖലയിലെ ജനങ്ങളുടെ വികസനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കും അനുവദിച്ചിരുന്നു. പുതിയ സാമ്പത്തിക ബാധ്യത ആരോപിച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളെയും അവഗണിക്കുകയാണ് സർക്കാർ. കേറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു കൂരയില്ലാത്ത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ എണ്ണം 10,000-ന് മുകളിലാണ്. 2016 മുതൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ കോടാനുകോടികൾ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ചെലവിട്ടതോ നാമമാത്രം. സംസ്ഥാനത്ത് രൂക്ഷ ധനപ്രതിസന്ധി ആരോപിച്ചുകൊണ്ട് സർക്കാരിന്റെ പല പദ്ധതികളും വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. ബജറ്റിൽ ഉൾപ്പെടെ 20 കോടി രൂപ മാത്രമാണ് പുനർഗേഹം പദ്ധതിക്കായിട്ട് വകയിരുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ തുക അർഹതപ്പെട്ടവർക്ക് ലഭിച്ചിട്ടില്ല. 2019-ൽ 2,450 കോടി രൂപയുടെ പുനർഗേഹം പദ്ധതിയാണ് തുടക്കം കുറിച്ചത്. ഈ തുകയും ഫയലും വെളിച്ചം കണ്ടിട്ടില്ല. സംസ്ഥാനത്ത് 8,235 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് വാടക വീടുകളിലും ഗോഡൌണുകളിലുമായി കഴിയുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുന്നതുമില്ല. അതേസമയം തന്നെ മത്സ്യത്തൊഴിലാളി പുനരധിവാസം ഉൾപ്പെടെയുള്ള പാക്കേജുകൾക്കായി പ്രഖ്യാപിച്ച തുക വകമാറ്റിയിരിക്കുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. ജനം, തിരുവനന്തപുരം.